താഴേക്കാടിൻ മണ്ണിൽ വാഴും കുരിശുമുത്തപ്പോ ചരിത്രപ്രസിദ്ധവും ഇരിഞ്ഞാലക്കുട രൂപതയിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രവുമായ താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പന്റെ ദേവാലയം എന്നറിയപ്പെടുന്ന സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. AD 800 സ്ഥാപിതമായെന്ന് വിശ്വസിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രം അചഞ്ചലമായ ദൈവവിശ്വാസവും പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചുള്ള ക്രൈസ്തവ ആചാരങ്ങളും ഭക്തിയും കാത്തുസൂക്ഷിക്കുന്ന താഴേക്കാട്ടുകാരുടെ ആത്മീയ സമ്പത്തിൻ്റെ മുഖമുദ്രയാണ്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് വിശുദ്ധ സെബാസ്റ്റ്യനോടൊപ്പം വണങ്ങി വന്നതുമൂലമാണ് വിശുദ്ധ കുരിശുമുത്തപ്പന്റെ പള്ളി എന്ന പേരിൽ ഈ ദേവാലയം പ്രസിദ്ധിയാർജിച്ചത്. താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയം പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിമനോഹരമാണ് പുതിയ ദേവാലയത്തിൻ്റെ മന്ദിരം. അകമേ നിന്നായാലും പുറമേ നിന്നായാലും അകമേ ആരാധനയ്ക്ക് ഉപയുക്തമായ രീതിയിൽ ദൈവജനത്തിന് നന്നായി നിൽക്കുവാനും ഇരിക്കുവാനും മുട്ടുകുത്തുവാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ, മദ്ബഹ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിൽ, അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ പുറം ഭാഗത്ത് ഒരു ജനങ്ങൾക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക റോമിൽ സ്ഥിതി ചെയ്യുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള താഴികക്കുടമാണ് നിർമ്മിച്ച് വച്ചിരിക്കുന്നത്. എല്ലാം കൂടെ ഈ താഴേക്കാട് പ്രദേശത്തിനും ഇരിഞ്ഞാലക്കുട രൂപതയ്ക്കും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിനും ഒരു അഭിമാനമായിട്ട് കാണാവുന്ന ദൈവാലയമാണ് ഈ താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയം. താഴേക്കാടിൻ മണ്ണിൽ വാഴും കുരിശുമുത്തപ്പോ ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. വിശുദ്ധനാം സെബസ്ത്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. വിശുദ്ധനാം സെബസ്ത്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. സ്നേഹപരം അതിമോദകരം നീ നാടിൻ ഐക്യം ശാശ്വതമേ. ജാതി മതത്തിൻ ഭേദമതന്യേ കുരിശേ നിന്നെ വണങ്ങുന്നു. സ്നേഹപരം അതിമോദകരം നീ നാടിൻ ഐക്യം ശാശ്വതമേ. ജാതി മതത്തിൻ ഭേദമതന്യേ കുരിശേ നിന്നെ വണങ്ങുന്നു. ദുരിതവുമെല്ലാ കുരിശതുമങ്ങേ കുരിശിൻ നടയിൽ നൽകുമ്പോൾ, ആശ്വാസത്തിൻ വരവഴയിൽ അണിചേർന്നിവരുന്നായി പാടുന്നു. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം.
വിശ്വാസത്തിൻ വഴിയിൽ നീങ്ങാൻ ശക്തി പകർന്നൊരു തുണയും നീ. കാലിടറാതെ താങ്ങി നടത്തും കൃപയുടെ ഊന്നുവടിയും നീ. വിശ്വാസത്തിൻ വഴിയിൽ നീങ്ങാൻ ശക്തി പകർന്നൊരു തുണയും നീ. കാലിടറാതെ താങ്ങി നടത്തും കൃപയുടെ ഊന്നുവടിയും നീ. രോഗനിവാരണമാകും അനുഗ്രഹമേകും കുരിശിൻ മുത്തപ്പോ. അഭയമതഖിലം ഇടതടവില്ലാതെ ഗണമേ തിരുനടയിൽ. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്. സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. വിശുദ്ധനാം സെബസ്ത്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്. സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. ക്രൈസ്തവ പാരമ്പര്യമുള്ള നല്ലൊരു ഗ്രാമമാണ് താഴേക്കാട്. AD 800 ഇവിടെ ക്രൈസ്തവർ താമസിക്കാൻ തുടങ്ങി. അന്നത്തെ സിവിൽ അധികാരികൾ കരമൊഴിവാക്കി ഇവിടെ പള്ളി പണിയാനുള്ള എല്ലാ അനുവാദങ്ങളും നൽകി. ക്രൈസ്തവർ അന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ട് വളരെ ചെറിയ ദേവാലയം ആദ്യം നിർമ്മിച്ചു. പിന്നെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ ദേവാലയങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മനോഹരമായ ദേവാലയം ഉണ്ടാക്കണമെന്നുള്ളത് അവിടെ തീവ്രമായ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊരു തീർത്ഥകേന്ദ്രമായി 1917 മുതൽ അറിയാൻ തുടങ്ങി. എന്നാലും അതിനനുസരിച്ചുള്ള ദേവാലയം അവർക്കുണ്ടായിരുന്നില്ല. 2008 ദേവാലയം ഒന്ന് പുനർനിർമ്മിക്കുക എന്ന ചിന്ത വന്നു. 2009 ആയപ്പോഴേക്കും അത് പ്രബലപ്പെട്ടു. പക്ഷേ സാമ്പത്തികമായ പരാധീനത അത് വലിയൊരു പ്രശ്നമാണ്. 2009 നവംബർ 1-ാം തീയതി ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ശിലാസ്ഥാപനം നടത്തി ഈ ദേവാലയത്തിൻ്റെ. എന്നാലും 2-3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പണി ആരംഭിക്കാൻ കഴിഞ്ഞുള്ളൂ. 2011 ഫെബ്രുവരി 1-ാം തീയതി ഞങ്ങൾ പണി ആരംഭിച്ചു. 3 വർഷം കൊണ്ട് ഞങ്ങൾക്കതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യമാണ്. പലരും ദേവാലയം കാണുമ്പോൾ ചോദിക്കും, ഈ 3 വർഷം കൊണ്ട് എങ്ങനെ ഇത്ര മനോഹരമായ ദേവാലയം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് മാനുഷികമായ സാമർഥ്യം എന്നുള്ളതിനേക്കാൾ ഉപരി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കുരിശുമുത്തപ്പൻ്റെ പ്രത്യേക അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ ദേവാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ അൾത്താര തന്നെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചിത്രപ്പണികൾ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴികൾ 14 ഗ്ലാസ് വർക്കിൽ ചെയ്തിരിക്കുന്നു. മറ്റ് പള്ളികളിൽ എങ്ങും ഇതുവരെ ഇല്ലാത്ത മറ്റൊരു പ്രത്യേകത, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ 14 വഴികൾ അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും മുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഈ വശത്ത് നിന്ന് കുരിശിൻ്റെ വഴി ആരംഭിച്ചാൽ ഇങ്ങേ വശത്ത് വന്ന് അത് 14 സ്ഥലം അവസാനിച്ചു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ഉയിർപ്പിൻ്റെ വഴി 1-ാം സ്ഥലം ആരംഭിക്കുന്നു. അത് വീണ്ടും അപ്പുറത്ത് വന്ന് അവസാനിക്കുകയാണ്.
കുരിശിൻ്റെ വഴി തീർച്ചയായും മനുഷ്യൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കുരിശുകളും സഹിക്കാനുള്ള തീക്ഷ്ണത ലഭിക്കുമെന്നുണ്ടെങ്കിൽ അതിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും പുനരുത്ഥാനത്തിൻ്റെ വഴി പ്രതീക്ഷ നൽകുന്നതാണ്. ഈ സഹനത്തിനും ക്ലേശങ്ങൾക്കൊക്കെ അപ്പുറത്തൊരു ഉത്ഥാനമുണ്ട്, ഒരു കിരീടമുണ്ട്, സമ്മാനമുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ആ ഉത്ഥാനത്തിൻ്റെ വഴിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും വളരെ നന്നായിട്ട് ഗ്ലാസ്സിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ജനലയുടെ ഓരോ ഗോത്തിക് ഇതിലും വച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാരുടെ ആ മുഖങ്ങളാണ്. 12 അപ്പസ്തോലന്മാരെ കൃത്യമായി കണ്ടെത്താൻ വേണ്ടി വരുന്നവർക്ക് ഇനി അതിനു മുൻപ് പടം കണ്ടിട്ടില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഡോമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ ഏറ്റവും ആദ്യം കാണുക ജപമാലയിലെ 20 രഹസ്യങ്ങളിലെ 16 രഹസ്യങ്ങളാണ്. 4 രഹസ്യങ്ങൾ ഒഴിവാക്കി, കാരണം 16 സ്പാനേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 16 രഹസ്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഡോമിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുക സ്വർഗത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ്. ഈ അടുത്ത് വിശുദ്ധരാക്കപ്പെട്ട ജോൺ പോൾ രണ്ടാമനും അതുപോലെ തന്നെ ജോൺ 23-ാമനും ഒക്കെ ഉൾപ്പെടെ, വിശുദ്ധ അൽഫോൻസമ്മ, മദർ തെരേസ, അവരൊക്കെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, വിശുദ്ധരുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് മനോഹരമായിട്ട് ക്യാൻവാസിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുക. അതിന് ചുറ്റും ഗ്ലാസ് വർക്കുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ആത്മീയ ചൈതന്യം പകർന്നു കൊടുക്കാൻ കഴിയണം. അവർക്ക് ആസ്വദിക്കാൻ ചിലതൊക്കെ ഉണ്ടാകണം. വെറുതെ വന്നു അല്പസമയം കഴിഞ്ഞ് അങ്ങ് പോകുന്ന അനുഭവമാകരുത്. അതുകൊണ്ടാണ് അത്രയൊക്കെ ചെയ്തത്. കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്ന അമ്മമാർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ, അതേസമയം അവർ കരഞ്ഞാലും പുറത്തേക്ക് ശബ്ദമില്ലാത്ത നിലയിൽ എല്ലാം ഭംഗിയാക്കി അവർക്ക് കുർബാനയിൽ സംബന്ധിക്കാനും പള്ളിയിൽ വരുന്ന മറ്റുള്ളവർക്ക് ശല്യമില്ലാതിരിക്കാവുന്ന രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ക്യാബിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുമ്പസാരം ഒരു പ്രധാനപ്പെട്ട കൂദാശയാണ്. പലപ്പോഴും തിക്കിത്തിരക്കി വന്ന് ഉള്ള ഒരു അനുഭവം ചിലയിടത്തൊക്കെ കാണും. അത് ഒഴിവാക്കാൻ വേണ്ടി അതിനും തിരിച്ച് ക്യാബിൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നെ അൾത്താരിൽ നിന്ന് നേരെ നോക്കിയാൽ ആദ്യം കാണുക അബ്രാഹത്തിൻ്റെ ബലിയാണ്. കാരണം മുകളിൽ സീലിങ്ങിന് തൊട്ട് താഴെ വെച്ചിരിക്കുന്നത് അബ്രാഹത്തിൻ്റെ ബലിയാണ്. ബലി അർപ്പിക്കുന്ന വൈദികന് ആ അബ്രാഹത്തിൻ്റെ ബലിയുടെ ഓർമ്മ വരാൻ വേണ്ടി തന്നെയാണ് അതവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഒരു വശത്തുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ കുരിശുമുത്തപ്പൻ്റെ വലിയ ഒരു മാധ്യസ്ഥം ഞങ്ങളുടെ ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. കൊച്ചു കുട്ടികളടക്കം എല്ലാവരും ദേവാലയത്തിൻ്റെ നിർമ്മാണ വിജയത്തിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി, അത് ഏറ്റവും നന്നാകുന്നതിന് വേണ്ടി
പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്ന അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇതെല്ലാം ചൈതന്യം നിറഞ്ഞാക്കി മാറ്റാൻ കഴിഞ്ഞതെന്നുള്ള ഒരു ബോധ്യവും ഞങ്ങൾക്കുണ്ട്. താഴേക്കാടിൻ മണ്ണിൽ വാഴും കുരിശുമുത്തപ്പോ കുരിശുമുത്തപ്പൻ്റെ തിരുനാൾ ആഘോഷ അവസരങ്ങളിൽ ഇവിടെയുള്ള എല്ലാ നാനാജാതി മതസ്ഥരും അവരുടെ മുത്തപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരമായിട്ട് അതിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ ചൂല് നേർച്ചയായിട്ട് വരുന്നു, മുടി സമൃദ്ധമായിട്ട് വളരുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവർ അരിപ്പൊടി നേർച്ചയായിട്ട് കൊണ്ടുവരുന്നു. ദേഹത്തെ ചൊറിയും കുരുവുമൊക്കെ മാറുന്നതിന് വേണ്ടി അവർ ചെറിയ ചെറിയ അരിമണി ഉണ്ടയാക്കിയിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ദേവാലയത്തിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു ദിവസമാണ് പ്രത്യേകമായിട്ടും ഇവിടുത്തെ തിരുനാൾ. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപം ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന രൂപമാണ്. ആ രൂപം ഇവിടെ പ്രതിഷ്ഠയൊക്കെ നടത്തി അങ്ങനെയുള്ള കാലത്താണ് ടിപ്പുവിൻ്റെ പടയോട്ടം ഉണ്ടായത്. ആ ടിപ്പുവിൻ്റെ പടയോട്ടം ഉണ്ടായപ്പോൾ പള്ളി നശിപ്പിക്കപ്പെടുകയും രൂപം വലിച്ചെറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ രൂപം കാണാതെ അന്നത്തെ ക്രിസ്ത്യാനികൾ വളരെ വിഷമത്തോടെ രൂപം അന്വേഷിച്ചു. കാണാതെ അവർ നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് മുത്തപ്പോ മുത്തപ്പോ എന്ന് വിളിച്ചുകൊണ്ട് അവർ അന്വേഷണം തുടങ്ങി. അങ്ങനെ എന്തോ എന്ന് വിളി കേട്ടു. വിളി കേട്ട സ്ഥലം വലിയ ഇഞ്ചക്കാടുകളും വല്ലങ്ങളുമായിരുന്നു. എല്ലാവരും കൂടി ആ കാടുകൾ വെട്ടിത്തെളിയിച്ച് നോക്കിയപ്പോൾ അതൊരു കിണറായിരുന്നു. ആ കിണറിൽ രൂപം അത്ഭുതകരമായിട്ട് കിടക്കുന്നു. അത്ഭുതകരമായി കിടന്ന ആ രൂപം അവർ എടുത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഓരോ ഘട്ടത്തിലും അതിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ദേവാലയം പണിതു. പള്ളിയുടെ വലതുഭാഗത്തുള്ള കിണർ ആ പഴയ കിണർ തന്നെയാണ്. അതിന് യാതൊരു മാറ്റം വരുത്തില്ല. അത് പള്ളി പണിയിക്കേണ്ട ആവശ്യമുണ്ടായില്ല, നികത്തപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം കോരി തലയിലൊഴിച്ചാൽ വിവിധ അസുഖങ്ങൾ ഭേദപ്പെടുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. താഴേക്കാട് കുരിശുമുത്തപ്പൻ്റെ അത്ഭുതങ്ങളെപ്പറ്റിയും അനുഗ്രഹങ്ങളെപ്പറ്റിയും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൽ ആദ്യമായിട്ട് എനിക്കുണ്ടായ എൻ്റെ സ്വന്തം മകന് ഉണ്ടായ ഒരു അനുഭവമാണ്. അവന് സുഖമില്ലാതെ പനിയായിട്ട് തുടങ്ങി, പിന്നീട് അത് മെനിഞ്ചൈറ്റിസ് ആയിട്ട് മാറി, തലച്ചോറിന് പഴുപ്പ് കയറി 3-4 ആസ്പത്രികൾ കഴിഞ്ഞു, രക്ഷയില്ല എന്ന് പറഞ്ഞു. അവസാനം തൃശ്ശൂർ മിഷൻ ആസ്പത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്നാൽ രക്ഷയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടുന്ന് പോയത്. എന്നിരുന്നാലും തമ്പുരാനോടും മുത്തപ്പനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താൽ ഉടനെ ആൾ മരിക്കും, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ മുത്തപ്പൻ്റെ അനുഗ്രഹമായിട്ട് അവൻ 6 മാസക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നിപ്പോൾ വളരെ സമർത്ഥനായി മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാനും പുറം രാജ്യങ്ങളിലും വരെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് വളരെ നല്ലവനായിട്ട് നടക്കുന്നു. ഒത്തുചേരുകയും പങ്കുവയ്ക്കുകയും ചെയ്തു പോന്ന പൂർവികരുടെ
കൂട്ടായ്മയും ദൈവഭക്തിയും കത്തോലിക്ക വിശ്വാസവും മുറുകെ പിടിച്ച് പണിതുയർത്തിയ ഈ വിശ്വാസഗോപുരം താഴേക്കാട്ടുകാരുടെ ആത്മാർപ്പണത്തിൻ്റെയും സ്ഥൈര്യത്തിൻ്റെയും അടയാളമാണ്. വരും തലമുറയ്ക്ക് ആത്മീയ ഉണർവിൻ്റെ ഒരു ഊർജ സ്രോതസ്സായി മാറുകയാണ് താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പൻ. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം. വിശുദ്ധനാം സെബസ്ത്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. വിശുദ്ധനാം സെബസ്ത്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. ഭാഗ്യം ചെയ്തൊരു നാട് താഴേക്കാട്, സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം.